ഹലോ, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു സ്കിൻ ബ്രൈറ്റനിങ് ഒരു ഫേസ് പാക്കാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഞാനിത് വീക്ക്ലി ട്വൈസ് എങ്കിലും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ കുറച്ച് നാളുണ്ട്, അതായത് ഷൂട്ട് ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഞാനൊന്ന് ഡിലേ ആക്കി വെച്ചതായിരുന്നു. പക്ഷേ ഞാൻ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് ഞാൻ വീക്കിലി 2 തവണ ചെയ്തിരുന്ന ഒരു പാക്കാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ പക്ഷെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇത് ഉപകാരപ്രദമാണ്. കാരണം വീട്ടിലുള്ളവർക്ക്, ആണുങ്ങൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പറയാം. അതിന് ആദ്യം വേണ്ടത് വീറ്റ് ഫ്ലോർ ആണ്. അപ്പോൾ ഞാനൊരു ഒരു ടീസ്പൂൺ വീറ്റ് ഫ്ലോർ, പിന്നെ ഒരു ടീസ്പൂൺ നമ്മുടെ ഓറഞ്ച് പീൽ പൗഡറാണ് കേട്ടോ. ഇതൊക്കെ വീട്ടിലുണ്ടാക്കിയതാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ വേണ്ട ടൊമാറ്റോ ആണ്. അപ്പോൾ ഞാൻ ആദ്യം വീറ്റ് ഫ്ലോറും നമ്മുടെ ഓറഞ്ച് പീൽ പൗഡറും കൂടെ നല്ലോണം മിക്സാക്കി അതിലേക്ക് നമ്മുടെ ടൊമാറ്റോ അതിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. ഒരു ടൊമാറ്റോ ജ്യൂസ് മാത്രം പോരാ, നിങ്ങൾക്കത് മനസ്സിലാവും കാണുമ്പോൾ. കാരണം ഒരു ടൊമാറ്റോയിൽ വളരെ കുറച്ച് ജ്യൂസല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ടൊമാറ്റോ ജ്യൂസ് മുഴുവൻ ഒഴിച്ചിട്ട് ഞാൻ പിന്നെ കുറച്ച് പച്ചവെള്ളം, ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്, പച്ചവെള്ളം തന്നെയാണ് ചേർക്കുന്നത്. എന്നിട്ട് ഇതാണ് ഒരു പരുവെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ ഞാനത് മിക്സ് നിങ്ങൾ കണ്ടല്ലോ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് ഞാൻ ലൈവ് റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ ഹെയർ ഒന്ന് കെട്ടി വെച്ചോട്ടെ. ഓക്കെ, അതിനുശേഷം ഞാൻ ഈ സാധനം നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യും. ഞാൻ കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. വീട്ടിൽ സാധാരണക്കാർക്ക് വേണ്ടി കയ്യിൽ തന്നെയാണ് ചെയ്യുന്നത്. ഓറഞ്ച് പീൽ പൗഡറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് നല്ലോണം ബ്രൈറ്റായി കാണിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ബ്രൈറ്റനിങ്ങിന് വേണ്ടി ഞാൻ യൂസ് ചെയ്തത്. ഗോതമ്പ് പൊടി, നമുക്ക് ബോളിവുഡ് ആക്ട്രസസ് വരെ അവരുടെ എന്താണ് ഹോം റെമഡി ഫേസ് പാക്ക് കാണിക്കുമ്പോൾ അവർ യൂസ് ചെയ്ത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. പ്രിയങ്ക ചോപ്ര അതുപോലെ പലരും യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അത്രയ്ക്കും റിസൾട്ടാണ് നമ്മുടെ ഈ ഫ്ലോറിലുള്ളത്. എനിക്കും നല്ല റിസൾട്ട് തോന്നിയതായിരുന്നു കേട്ടോ. ഇത് വേണമെങ്കിൽ നമുക്ക് ഡെയിലി ഉപയോഗിക്കാം കേട്ടോ. ഡെയിലി ഉപയോഗിക്കുന്നത് നല്ലതാണ്. കാരണം ഇത് കെമിക്കൽ ഒന്നുമല്ലല്ലോ. ഈ ഓറഞ്ച് പീൽ പൗഡർ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിൽ ബെറ്ററാണ്. അത് നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ഉണക്കി പിടിക്കുന്നതല്ലേ ഓറഞ്ച് എല്ലാം വിഷമാണ്, എന്നാലും നമ്മൾ ഉണക്കി അപ്പോഴേക്കും അതിൻ്റെ കുറച്ച് ജ്യൂസൊക്കെ ചാവുമായിരിക്കും. വീട്ടിൽ പൊടിച്ചെടുക്കുമ്പോൾ നല്ല റിസൾട്ട് കിട്ടും. ഡെയിലി ഇടാൻ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഡെയിലി ഇടാം, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. എന്നാൽ നിങ്ങൾ ചിലരൊക്കെ കമൻറ്റിൽ ചോദിക്കും ഡെയിലി ഇടാവോ? ഇത് ഡെയിലി ഇടാം. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഗ്ലിസറിൻ, ഈ റോസ് വാട്ടർ കാര്യങ്ങളൊക്കെ അലർജിക്കാണ്. അതുകൊണ്ടാണ് ഞാൻ തക്കാളി നീരും പച്ചവെള്ളമൊക്കെ വെച്ചിരുന്നത്. പിന്നെ ഞാൻ ഇതെല്ലാവരും തൈരും യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പലപ്പോഴും തൈര് യൂസ് ചെയ്തിട്ടുണ്ട്. അതും എനിക്ക് നല്ല റിസൾട്ട് ആയിട്ടാണ് തോന്നിയത്. തൈര് എൻ്റെ ഫേസിലാണ്, ഓയിലി സ്കിന്നാണ്, മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആക്നി പ്രോൺ സ്കിന്നാണ് എൻ്റെത്. തൈരും ബെറ്ററാണ്. ഞാൻ എൻ്റെ ഫേസിൽ കംപ്ലീറ്റ്, ഞാനിപ്പോൾ കഴുത്തിലിടുന്നില്ല, കംപ്ലീറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ടിപ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ, വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഇടുന്നില്ല. ചുണ്ടിൽ പക്ഷേ ഇടണ്ട, എന്നാലും ഫേസിൽ കംപ്ലീറ്റ് ആക്കിയിട്ട് ഞാനൊരു 20 മിനിറ്റ് നല്ല ഡ്രൈ ആയി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വാഷ് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് റിസൾട്ട് മനസ്സിലാവും. നമുക്ക് ചെയ്യാം. ഹലോ ഗൈസ്, അപ്പോൾ 20 മിനിറ്റ് ആയി കേട്ടോ. ഇവിടെയൊക്കെ നല്ലോണം ഡ്രൈ ആയി, പക്ഷെ ഇവിടെ അത്രയ്ക്ക് ഡ്രൈ ആയിട്ടില്ല. എന്നാലും ഞാൻ പ്രത്യേകം പറഞ്ഞത് 20 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി നമ്മുടെ ഫേസിൽ. കാരണം ഒരുപാട് ഡ്രൈ ആയിട്ട് ഇതുകളൊക്കെ ഡ്രൈ ആയപ്പോൾ നമ്മുടെ മുഖം കാലക്രമേണ പെട്ടെന്ന് ചുളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അതും കൂടെ കണക്കിലെടുത്തിട്ട് വേണം ഇമാതിരി കാര്യങ്ങൾ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. ഇത് ഭയങ്കരമായിട്ട് ഡ്രൈ ആവാൻ നിങ്ങൾ നിൽക്കരുത്. ഫേസിലൊക്കെ ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട്, ഇവിടെയൊക്കെ ഡ്രൈ ആയി. ഇത് കുറച്ച് കട്ടിയുള്ളത് കൊണ്ട് ഡ്രൈ ആവാത്തത്. എന്നാൽ നമ്മുടെ 20 മിനിറ്റ് മതി നമ്മുടെ ഫേസിൽ അത് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട്, നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ഓർക്കണം, അതിന് കൂടുതൽ വെക്കണ്ട. അപ്പോൾ ഞാൻ പോയി വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. ഹലോ, അപ്പം ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നു. നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. പെട്ടൊരു ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നെസ് എന്തായാലും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നേരത്തെ കാണുമ്പോഴും അറിയാം. ഇനി കുറച്ച് കുഴികളും ഒക്കെ ഉള്ളതാണ് പിമ്പിൾസ് ഒക്കെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെ കുറച്ച് ഇതുണ്ട്. പക്ഷെ എന്നാലും ഒരു പെട്ടെന്നൊരു ബ്രൈറ്റ്, ഫേഷ്യലൊക്കെ ചെയ്തിട്ട് നമ്മുടെ ഫേസ് കാണത്തില്ല, അത് കണക്ക് ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നെസ് എന്തായാലും കിട്ടും. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് അടിപൊളി സാധനമാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഗോതമ്പ് പൊടിയും നമ്മുടെ ഈ ഓറഞ്ച് പീൽ പൗഡർ എന്ന് പറയുന്നത് അത്രയും നമുക്ക് സ്കിൻ ബ്രൈറ്റ് ആക്കാൻ, വെളുത്ത് ഭയങ്കര വെള്ള അങ്ങനെയല്ല ഞാൻ പറയുന്നത്, നമ്മുടെ ഒറിജിനൽ കളർ, ആ കളർ നമ്മൾ ടാൻ അടിച്ച് എത്രയൊക്കെ വീട്ടിൽ ഇരുന്നാലും ടാൻ അടിക്കുന്നുണ്ട്, നമുക്ക് കുറച്ചൊക്കെ ടാൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ മങ്ങതി നമ്മുടെ ഫേസിൽ വരും. അതൊക്കെ മാറി എപ്പോഴും ഇൻസ്റ്റന്റ് ഗ്ലോ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും
വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.